സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ. ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ PC തോമസ് സാറിൻ്റെ വിശേഷങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഈ എപ്പിസോഡിലും അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് പ്രൊഫസർ PC തോമസ് സാർ തന്നെയാണ്. അപ്പോൾ നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമ്മൾ സംസാരിച്ചിരുന്നത് ടൈമിങ്ങിനെ കുറിച്ചാണ്. ഓരോ കാര്യം ചെയ്യുന്നതിന് നമുക്കുള്ള ടൈമിംഗ് അതൊരു ശീലമാണ്, അത് വളർത്തിയെടുക്കുന്നതാണ്. അത് ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും. ജനറലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ 10 മണി മുതൽ രാവിലെ 4 മണി വരെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ലിവർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ റിപ്പയർ വർക്ക് ചെയ്യുന്നതെന്നല്ല, റിപ്പയർ വർക്ക് നടത്തുന്നത്. ആ സമയത്ത് നമ്മൾ വേറെ ഇൻ്റലക്ച്വൽ വർക്ക് നടത്താൻ പാടില്ല. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് സാധാരണ നിലയിൽ ഒരു 10 മണിക്ക് കിടന്നുറങ്ങുന്നു, 4 മണിക്ക് എഴുന്നേൽക്കുന്നു. ഇനി അപ്പോൾ ഏകദേശം 6 മണിക്കൂർ ഉറക്കമായി. ദാറ്റ് ഈസ് ക്വൈറ്റ് ഇനഫ്. 6 മണിക്കൂർ ഉറക്കം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആവശ്യത്തിന് റെസ്റ്റായി. റിപ്പയർ നടക്കുന്നു, ശരീരത്തിൻ്റെ റിപ്പയറൊക്കെ നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. പിന്നെ ഒരു കാര്യവും കൂടിയുണ്ട്. നമ്മൾ 6 മണി വരെ കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിക്കാം. നമ്മൾ ഉറങ്ങുന്ന മുറിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ 20% ഓക്സിജൻ ഉണ്ടായിരുന്നു, 80% നൈട്രജനും കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. നമ്മൾ ഈ ഓക്സിജൻ വലിച്ചെടുത്ത് എയർ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നു. ഇത് ഒരു 6 മണിയാവുമ്പോഴേക്കും അത് നിറയെ കാർബൺ ഡൈ ഓക്സൈഡ് ആവും. പിന്നെ നമ്മൾ വലിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതേ സമയത്ത് ഒരു 4 മണിയാവുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. വാതിലൊന്ന് തുറന്നാൽ നല്ല ഫ്രഷ് എയർ കിട്ടി. ഇതാണ് കാര്യം. അപ്പോൾ ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത് ഓക്സിജനാണ്. വാതിൽ തുറന്നിട്ട് കിടക്കാൻ പറ്റില്ല, ജനൽ തുറന്നിട്ട് കിടക്കാനും ഇപ്പോഴത്തെ കാലത്ത് പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ഇടയ്ക്കൊന്ന് തുറന്ന് കുറച്ച് ഓക്സിജൻ അതിനകത്ത് കടത്തി വിടുക, ഫ്രഷ് എയർ കടത്തി വിടുക. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോ ഇല്ലയോ? അല്ല, ഞാൻ സാറിനോട് ചോദിക്കാൻ കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് പഠിച്ചിരുന്ന കാലത്ത് എനിക്കാണെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കാലത്ത് എഴുന്നേൽക്കുമ്പം എനിക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടാറില്ല. പക്ഷെ രാത്രി എത്ര നേരം വേണമെങ്കിലും പഠിക്കാം. അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കിടന്നാൽ നമുക്കൊരു ആശ്വാസമാണ്. ഓക്കെ, കാരണം കാലത്ത് നമ്മൾ മനസ്സ് വിചാരിച്ച് എഴുന്നേറ്റാലും പകുതി സമയം ഞാൻ ഉറക്കം തൂങ്ങും. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് കുറച്ച് ദിവസം കൊണ്ട് അത് പരിചയിക്കും. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ അമേരിക്കയിൽ പോയി എന്ന് വിചാരിക്കാം. അവിടെ നമ്മളിവിടെ ഉറങ്ങണ നേരത്തെ അവിടെ ചെന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ അവിടെ അക്കസ്റ്റമഡായി. അപ്പോൾ കുറച്ച് ദിവസം നമ്മളിത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളത് ചെയ്യണം. രണ്ടാമതൊന്ന് 1 മണി 2 മണി വരെ ഇരുന്ന് പഠിക്കുന്നത് ഒട്ടും ശാസ്ത്രീയമല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ വരും ബാറ്ററി ലോ. ഒരാളുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഈ വലിയ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതിന് ഒരു ബാറ്ററി ഉണ്ട്. അത് ലോ ആയാൽ എഴുതി കാണിക്കൊന്നുമില്ല, പക്ഷേ നമ്മൾ
ഈ കൊടുക്കുന്ന വർക്കിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യണം. അതിന് പ്ലഗിൽ കുത്തല്ല ചെയ്യേണ്ടത്, അതിന് നമ്മൾ ഉറങ്ങണം. റെസ്റ്റ് ചെയ്താൽ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജഡ് ആയിക്കോളും. ഇതിന് പിന്നിൽ ഇത്രയും ശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ശാസ്ത്രീയതയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്ന നമ്മുടെ പൂർവികരായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിനൊക്കെ ശാസ്ത്രീയതയുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ഉത്തരം പറയാം. തീർച്ചയായിട്ടും. എനിക്ക് വലിയൊരു സംശയമായിരുന്നു, കാരണം എൻ്റെ മോളും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അവളും പറയുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം ഹസ്ബൻഡ് പറയും കാലത്ത് എഴുന്നേറ്റ്, ഹസ്ബൻഡ് പുലർച്ചെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാം, ചിലർക്ക് അങ്ങനെയാണ്. എനിക്കിപ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്കതിന് സാധിക്കാറില്ല. അപ്പം ഞാൻ മോളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു സംശയം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അമ്മയിൽ നിന്ന് കിട്ടിയതും കൂടി ആവാം. അതല്ലേ, ഇനി അത് തിരുത്തി മാറ്റി. തീർച്ചയായിട്ടും. അല്ല, ഞാൻ സാറ് സംസാരിക്കുമ്പോഴാണ് ശരിക്കാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയും അതിൻ്റെ ഒരു റെസ്റ്റും ഒക്കെ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഒരു ഫങ്ഷനിങ്ങിനും നമ്മൾ കുറച്ച് റെസ്റ്റ് കൊടുക്കണം എന്നുള്ളത് ഇപ്പോൾ ഇത്രയും ശാസ്ത്രീയ വശങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സാറ് ഈ ഒരു ചിട്ടകളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? എങ്ങനെയാണ് അവരുടെ ഒരു ദിവസത്തെ ദിനചര്യ വരുന്നത്? അവർ 5 മണിക്ക് എഴുന്നേൽക്കും. 5 മണിക്ക് ബെല്ലടിക്കും. ഓരോ റൂമിലും ബെല്ലുണ്ട്. അപ്പോൾ വാർഡന്മാർ 4:30 മണിക്ക് എഴുന്നേറ്റ് അവർ റെഡി ആവണം. ഡ്രസ് ചെയ്ത് 5 മണിയാവുമ്പോൾ എല്ലാ റൂമിലും പോയിട്ട് ബെല്ലടിക്കും. ചിലർ ബെല്ലടിച്ചാലും എഴുന്നേൽക്കില്ല, വീണ്ടും ബെല്ലടിക്കണം. അപ്പോൾ വീണ്ടും ബെല്ലടിക്കും, അല്ലെങ്കിൽ പോയി അകത്ത് കടന്ന് അവരെ വിളിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ചില കുട്ടികൾ ആദ്യമൊക്കെ എഴുന്നേൽക്കാൻ മടി കാണിക്കും. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങും. ഇത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ 5 മണിക്ക് കൃത്യം ഞങ്ങളൊരു പാട്ട് പാടും. മൈക്കിലൂടെയാണ് ആ പാട്ട് പാടുക. അപ്പോൾ എല്ലാവരും വന്ന് സ്റ്റഡി ഹാളിൽ നിന്ന് ആ പാട്ട് അവർ പാടണം എന്നാണ്. അതാണ് നിയമം വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നിയമം വെച്ചിരിക്കുന്നത്. ഉറക്കം പോവും ചെയ്യും അല്ലേ? ഉറക്കം പോവുകയും ചെയ്യും. അത് ആ പാട്ട് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു എന്നുള്ള പാട്ടാണ് ഞങ്ങൾ പാടിക്കാറ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. വളരെ അർത്ഥവത്തായ ഗാനമാണ് ഇത്. എല്ലാ ദിവസവും പാടുന്ന കുട്ടിക്ക് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകും, റെഡിനെസ് ഉണ്ടാവും, ഒരു പോസിറ്റീവ് എനർജി അതിലൂടെ. നമ്മുടെ പ്രോബ്ലത്തിൽ പ്രത്യേകിച്ച് നമുക്ക് വരുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ തമ്പുരാനെ വിളിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ അതേ നോക്കി നിൽക്കുക, ആ പ്രശ്നങ്ങളെ നോക്കി നിൽക്കുക. നമ്മളിപ്പോഴും ആ പ്രശ്നങ്ങളിലേക്ക് ദൈവത്തെ വിളിച്ചോണ്ട് വരണം. ഞാനൊരു ചെറിയ കഥ പറയാം. ചെറിയ കഥ. അത് ഒരു അപ്പനും മകളും കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ വഴിയിൽ ഒരു മരക്കൊമ്പ് ഒടിഞ്ഞു കിടക്കുന്നുണ്ട് തടസ്സമായിട്ട്. അപ്പോൾ മകള് ചോദിച്ചു, അപ്പം ഞാനിതൊന്ന് എടുത്ത് മാറ്റട്ടെ, എനിക്ക് പറ്റുമോ? അപ്പോൾ പറഞ്ഞു, നീ നിൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ചാൽ പറ്റും. അപ്പോൾ അവൾ പരിശ്രമിച്ച് നോക്കി, പറ്റിയില്ല. അപ്പം പറഞ്ഞല്ലോ എല്ലാം കഴിഞ്ഞ് കഴിവുകൾ ഉപയോഗിച്ചാലും പറ്റുമെന്ന്. അല്ല, നീ നിൻ്റെ മുഴുവൻ കഴിവ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അവളൊന്നുകൂടി ശ്രമിച്ചു, എന്നിട്ടും പറ്റണില്ല. എന്താപ്പം ഇത്? അപ്പം പറഞ്ഞു, നീ നിൻ്റെ മുഴുവൻ കഴിവും ഉപയോഗിച്ചിട്ടില്ല. അപ്പം കുഞ്ഞ് പറയണത്, ഞാൻ എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചു. അപ്പം അപ്പം മറുപടി പറഞ്ഞു, നിന്റെ അപ്പൻ നിന്റെ കൂടെ ഇല്ലേ, നീ അപ്പൻ്റെ സഹായം തേടിയില്ലല്ലോ, അതുകൊണ്ടാണ് നീ മുഴുവൻ കഴിവ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയണത്. അപ്പോൾ ദൈവാശ്രയ ബോധം അത് ഒരു whenever we are in difficulty you must call him. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് പ്രശ്നത്തിലും, നല്ല പ്രശ്നമായാലും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രശ്നമായാലും മോശമാണെങ്കിലും
നമ്മൾ തമ്പുരാനെ ആശ്രയിക്കുന്ന ഒരു രീതി, അതാണ് ഈ ട്രാൻസ്ഫോർമേഷനിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? തമ്പുരാനെ ആശ്രയിക്കുന്ന രീതി ഇത് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ യുവതലമുറയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് വരുമ്പോൾ അവര് തളർന്നു പോകുന്നതും അവര് ഒക്കെ ഈ ഒരു ആശ്രയ ബോധം ഉണ്ടെങ്കിൽ അവരുടെ ചിന്തകൾ അങ്ങോട്ട് തിരിച്ചുവിടാൻ പറ്റും. തളരില്ല. അപ്പൊ ഈ കാഴ്ചപ്പാടോട് കൂടിയാണ് സാർ അങ്ങനെ ആ പാട്ട് പാടാൻ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ഈ 2 കാര്യങ്ങളാണ്. കാത്തലിക് സ്റ്റുഡൻസൊക്കെ കുളിക്കാനും പ്രഭാത കർമ്മങ്ങൾക്കും പോകും. കാരണം അവർക്ക് 5:30 കുർബാനയുണ്ട്. അപ്പോൾ 5:30 കുർബാനയ്ക്ക് വേണ്ടി അവർ തയ്യാറാവും. ഈ കുർബാന എവിടെ വെച്ചാണ് നടക്കുന്നത്? കുർബാന ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ചാപ്പലുണ്ട്. 2 സ്ഥലത്താണ് ഞങ്ങൾക്ക് ക്യാമ്പസുകളുള്ളത്. 2 ക്യാമ്പസിലും ഓരോ ചാപ്പലുണ്ട്. അവിടെ 5:30 മണിക്ക് കുർബാനയുണ്ട്. 6 മണിയാവുമ്പോൾ കുർബാന കഴിയും. 6:30 ക്ലാസ് തുടങ്ങും. അങ്ങനെ വളരെ റെഗുലറായിട്ടാണ് പോകുന്നത്. ഈ റെഗുലാരിറ്റി നമ്മുടെ ലൈഫിലുണ്ടാവണം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ കേട്ടോ. വേറൊന്നുമല്ല, കമ്പ്യൂട്ടർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ. എത്ര കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഇത് എങ്ങനെ അതിന് സാധിക്കുന്നു? നമ്മൾ പഠിപ്പിച്ചതാ. നമുക്ക് തെറ്റ് പറ്റിയാലും കമ്പ്യൂട്ടറിന് തെറ്റ് പറ്റില്ല. കമ്പ്യൂട്ടർ പറയും റോങ് ഇൻപുട്ട് എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ കറക്റ്റ് ചെയ്യും. അതിന് കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ഓർഡർ ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു ഓർഡർ ഉണ്ട്. ഈ ഓർഡർ ഉള്ളത് കൊണ്ടാണ് ആ കമ്പ്യൂട്ടർ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യണേ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ഓർഡർ ഉണ്ടാകണം. ഞാൻ ഒരു ഉദാഹരണം കൂടിയും പറയാം കേട്ടോ. ബൈബിളിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ ഈ ഓർഡറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബിഗിനിങ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അതിൻ്റെ 7 ദിവസം 6 ദിവസവും ദൈവം ചെയ്തത് ഹി ക്രിയേറ്റഡ് ഓർഡർ ഔട്ട് ഓഫ് ഡിസോർഡർ. മുഴുവൻ ഡിസോർഡർ ആയിരുന്നു, അത് മുഴുവൻ ഓർഡറാക്കി വരുത്തി. ഈ ഓർഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളൊരു കുട്ടിയുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഈ ഓർഡർ ഉണ്ടാക്കുക, ഓർഡർ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഇറ്റ് ഈസ് എ ഡിവൈൻ വർക്ക്. ഡിസോർഡർ ഉണ്ടാക്കുന്നത് ഇറ്റ് ഈസ് സൈറ്റനിക് വർക്ക്. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഞാൻ കുട്ടികളിൽ ഒരു ഓർഡർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇത് എല്ലാവർക്കും ഇഷ്ടമല്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇഷ്ടപ്പെടാത്തവർക്ക് പോകാനുള്ള സൗകര്യമുണ്ട്, ഫ്രീഡം കൊടുക്കുന്നുണ്ട്. മാത്രം വന്നാൽ മതി എന്നുള്ള ആ ഫ്രീഡം കൊടുക്കുകയും ചെയ്യുന്നു. നമ്മൾ അതിനകത്തൊന്നും സ്ട്രിക്റ്റ് അല്ല. നിങ്ങൾ നിർബന്ധമായിട്ട് വന്നേ ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. നമ്മളെ നല്ല വഴി കാണിച്ചു കൊടുക്കും. ഇഷ്ടമുള്ളവർക്ക് ആ വഴിക്ക് പോവാം, അല്ലാത്തവർക്ക് തിരിഞ്ഞു പോവാം. അപ്പോൾ സാറേ, അപ്പോൾ ഈ കുർബാനയ്ക്കൊക്കെ പിള്ളേർ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ടോ? പറയുമ്പോൾ എല്ലാവരും നന്നായിട്ട് പങ്കെടുക്കും. എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ഫ്രീഡം ഉണ്ടല്ലോ, വേണമെങ്കിൽ വന്നാൽ മതിയല്ലോ. അതുകൊണ്ട് ചിലർ പ്രത്യേകിച്ച് പരീക്ഷയുടെ സമയമാകുമ്പോഴെങ്കിലും അതൊരു ഫോൾസ് ഇതാണ്. അപ്പോൾ കൂടുതൽ പ്രാർത്ഥനയായി, കൂടുതൽ ദൈവത്തോട് അടുക്കാൻ തോന്നുന്നു. കാരണം എക്സാം ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെയും വരും. സാറിന് ഈ അടുത്ത കാലത്ത് ഒരു അവാർഡ് ലഭിച്ചതായി ഞങ്ങൾ അറിഞ്ഞു. കേരള കൗമുദിയുടെ. അതെ, കേരള കൗമുദിയുടെ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ അവാർഡുകൾ അങ്ങനെ സ്വീകരിക്കാത്ത ആളാണ്. അവാർഡുകൾ അഥവാ എനിക്ക് തോന്നുന്ന ഒരു 1000-ലധികം അവാർഡുകൾ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഈ അവാർഡുകൾ കിട്ടുന്നത് അപ്പോഴപ്പോൾ തമ്പുരാന് കൊടുക്കുകയാണ്. തമ്പുരാനാണ് ഓരോ അവാർഡും. അല്ലെങ്കിൽ നമുക്കിത് അധികം സൂക്ഷിക്കാൻ പറ്റൂല. എന്താ കാരണം എന്ന് പറഞ്ഞുതരാം. 2 കൈകൾ, അപ്പോൾ 2 അവാർഡ് സൂക്ഷിച്ചു. പിന്നെ 2 കക്ഷത്തിൽ വെച്ചു, 4. ഒരെണ്ണം തലയിൽ വെച്ചു, 5. ഒരെണ്ണം കടിച്ചു പിടിച്ചു, 6. ഒരെണ്ണം 2 മുട്ടിൻ്റെ ഇടയിലും വെച്ചു, 7.
ഇതിൽ കൂടുതൽ അവാർഡ് നമുക്ക് പറയാൻ പറ്റില്ല. ഗ്രേറ്റ് സർ. എന്തിനല്ലേ ഇത് കൂടുതൽ ഇതൊന്നും നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നില്ല. വെച്ചാൽ കിട്ടിയത് തമ്പുരാന് അങ്ങോട്ട് കൊടുത്ത് നമ്മള് free, അടുത്തത് അപ്പൊ വാങ്ങാൻ നമ്മുടെ തയ്യാറായി. hands are free. ഓക്കെ ഈ അവാർഡ് അവര് തന്നത് പറയൂ. അവര് തന്നത് ദൈവം അവരെ കൊണ്ട് തരിക്കുന്നതാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു വിശ്വാസമാണ്, ദർ ഈസ് ദ ലോർഡ് ബിഹൈൻഡ് ഇറ്റ് എവറിത്തിങ്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. ദൈവം അറിയാതെ ഇത് നടക്കുകയില്ല. അപ്പോൾ ഈ കിട്ടുന്ന അവാർഡുകളൊക്കെ അപ്പോഴപ്പോൾ നമ്മൾ കൊടുക്കുക. ഞാനിത് ആദ്യം ആരോട് പറയില്ല. ഈ കേരള കൗമുദിയുടെ അവാർഡ് കിട്ടിയത് ഞാൻ പെട്ടതാണ്. ഓക്കെ, സാറിന് അവാർഡ് തന്നത് ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള സാറായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആ അവാർഡും ദൈവത്തിന് കൊടുത്തു. നമ്മൾ ഫ്രീ എപ്പോഴേ കൊടുത്ത അടുത്ത അവാർഡിന് സർ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെയല്ല, തന്നാൽ മേടിക്കും. ദിവ്യകാരുണ്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് സാറിന്റെ ജീവിതത്തിൽ സാർ കൊടുക്കുന്നുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഏകദേശം സാറിനോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് 5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു ദിവസം. എന്താണ് സാറിന് ആ ഒരു ദിവ്യ കുർബാനയിൽ നിന്നും? കുർബാന എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. നമുക്ക് 7 കൂദാശകളാണ്. 7 കൂദാശകളിൽ 6 കൂദാശകൾ പരികർമ്മം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിൻ്റെ ആത്മാവാണ് കൂദാശകൾ 6 പരികർമ്മം ചെയ്യുന്നത്. വിശുദ്ധ കുർബാന മാത്രം യേശു തന്നെയാണ് അത് പരികർമ്മം ചെയ്യുന്നത്. ജീസസ് ഇൻ പേഴ്സൺ ത്രൂ. അതാണ്. അതുകൊണ്ട് ഈ കൂദാശ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ്. യേശു തന്നെ അവിടെ കടന്നു വരുന്നു. ആ യേശു ആരാണ് എന്നും കൂടി നമ്മളൊന്ന് ആലോചിക്കണം. പലസ്തീനായിലെ തെരുവീതികളിലൂടെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് കടന്നുപോയ യേശുവാണ് അവിടെ വരുന്നത്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച, വെള്ളം വീഞ്ഞാക്കിയ, അപ്പം വർദ്ധിപ്പിച്ച ആ യേശു അവിടെ വരികയാണ്. അപ്പോൾ നമ്മൾ അതിനെ ഏറ്റവും വലിയ കൂദാശയായിട്ട് എടുക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടാൽ പോരെ, 5 പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ യേശു വന്നാൽ, ഞാൻ കണ്ടതാ നേരത്തെ, വല്ല പ്രശ്നമുണ്ടോ അല്ല പിന്നെ എന്താ ഉള്ളത് എന്ന് വിചാരിക്കോ? ഇല്ലല്ലോ. 5 പ്രാവശ്യവും നമ്മൾ പോയിട്ട് വാതിൽ തുറന്ന് സ്വീകരിക്കും. തൊട്ടപ്പുറത്തെ വീട്ടിൽ യേശു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ കാണാൻ പോകും. തീർച്ചയല്ലേ? ആണോ അല്ലയോ? അതാണ് അതിന്റെ ലോജിക്ക്. മടുപ്പില്ലല്ലോ. എത്ര കുർബാന കണ്ടാലും ഇന്ന് ലോകം മുഴുവനും എല്ലാ ദിവസവും ലോകത്തിന്റെ എല്ലാ അതിർത്തികളിലും വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നുണ്ട്. ശരിക്കും സാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ ഓരോ എന്താ പറയുക, അത് വളരെ രസകരമായിട്ട് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് അത് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ഞാൻ കൺവിക്ഷൻ ഉള്ള ഒരു കാര്യം ചെയ്യുള്ളൂ. അത് ശരി. ചെയ്യുന്ന കാര്യങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ചെയ്യും. അതെല്ലാം ഉദാഹരണങ്ങളിലൂടെയാണ് സാറ് പറഞ്ഞു തരുന്നത്. സാറ് നല്ല ഒരു അധ്യാപകനാകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നല്ലൊരു അധ്യാപകനാകണമെങ്കിൽ ആദ്യമേ തന്നെ അവർ നല്ല വിദ്യാർത്ഥിയാകണം. ഈ അധ്യാപകൻ നല്ലൊരു വിദ്യാർത്ഥിക്ക് മാത്രമേ നല്ല അധ്യാപകനാകാൻ കഴിയുള്ളൂ. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഞാനൊരു അധ്യാപകനായതിൽ എനിക്ക് വളരെയേറെ അപകർഷതാബോധം ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. കാരണം എൻ്റെ ആൻസർ ബുക്ക് നോക്കി എഴുതിയ ആളുകൾക്കൊക്കെ അവരൊക്കെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആയി. ഞാനൊരു കോളേജ് അധ്യാപകനല്ലേ ആയുള്ളൂ എന്നുള്ള ഒരു, കാരണം കോളേജ് അധ്യാപകന് ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ല. അധ്യാപകർക്കേ ഇല്ല ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ല. ശമ്പളമൊക്കെ വളരെ കുറവാണ്. ഡോക്ടർക്കാണെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, എഞ്ചിനീയർക്കും ഉണ്ട്. എനിക്ക് റാങ്കൊക്കെ ഉണ്ടായിട്ട് ഞാൻ പോയില്ല. അങ്ങനെ ഒരു അപകർഷതാബോധത്തിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ നവീകരണത്തിലേക്ക് വരണത്. അത് വരാനുള്ള കാരണം എന്താ? പ്രത്യേക കാരണം? പ്രത്യേക കാരണം എനിക്കങ്ങനെ അതും തമ്പുരാൻ വിളിച്ചത് തന്നെയാണ്. വിളിക്കുന്നത് അത് യേശു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുത്തിനും
എൻ്റെ പക്കൽ എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല എന്ന് യേശു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ആരൊക്കെ തമ്പുരാൻ്റെ അടുത്ത് വരുന്നുണ്ടോ അതൊക്കെ തമ്പുരാൻ ആകർഷിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താ തമ്പുരാൻ ഇങ്ങനെ ഒരു പക്ഷപാതമൊന്നുമില്ല. തമ്പുരാൻ എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. പക്ഷേ ആകർഷിക്കുന്ന സമയത്ത് നമ്മളാണ് പറയേണ്ടത്, അയ്യോ എനിക്ക് നേരമില്ല. ഞാനിങ്ങനെ ഒരു ചെറിയ ഉദാഹരണം പറയും. നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട്, ഇൻകമിങ് ഫ്രീ, ഔട്ട് ഗോയിങ് ഫ്രീ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. ഞാൻ പറയും, നമുക്കൊക്കെ ഒരു മൊബൈൽ തമ്പുരാൻ തന്നിട്ടുണ്ട്. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒരു മൊബൈൽ, ഇൻകമിങ് ഫ്രീ, ഔട്ട് ഗോയിങ് ഫ്രീ, ഒരു മൊബൈൽ നമ്മുടെ കയ്യിലുണ്ട്. അതെന്തിനാണെന്നറിയാമോ? അത് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ ദൈവം ഒരു മൊബൈൽ തന്നിട്ടുണ്ട്. ദൈവം എന്ത് പ്രശ്നം വരുമ്പോഴും സംസാരിക്കുന്നുണ്ട്. എടാ മോനെ, നീ അങ്ങോട്ട് പോകരുത് എന്നൊക്കെ എന്ന് പറഞ്ഞ് നമ്മളെ ഡയൽ ചെയ്യുമ്പോൾ ദൈവം കേൾക്കുന്നത്, ഹീ സ്വിച്ച്ഡ് ഓഫ്, ഹീ ഈസ് ഔട്ട് ഓഫ് റേഞ്ച്, പ്ലീസ് കോൾ ആഫ്റ്റർ സം ടൈം. നമ്മുടെ മൊബൈലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത്. അല്ലാണ്ട് തമ്പുരാൻ നമ്മളെ ആകർഷിക്കാഞ്ഞിട്ട് അല്ല. ഞാൻ യേശുവിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ യേശു 5-6 ശുശ്രൂഷകൾ ഈ ലോകത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ബൈബിൾ വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ഹി വാസ് ഫസ്റ്റ് ഓഫ് ഓൾ എ ടീച്ചർ. യേശു ആദ്യമേ തന്നെ ഒരു ടീച്ചറായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളിൽ ഒന്ന്. ജീസസ് ആസ് എ ടീച്ചർ എന്നൊരു പുസ്തകം എഴുതണമെന്നാണ്. അത് സാധിച്ചിട്ടില്ല ഇതുവരെ. ജീസസ് ആസ് എ ടീച്ചർ. രണ്ടാമത്തേത് ഹി വാസ് എ പ്രീച്ചർ. ടീച്ചറും പ്രീച്ചറും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ടീച്ചർ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഓൾറെഡി വന്ന അറിവ് പങ്കുവയ്ക്കുന്ന ആളാണ് ടീച്ചർ. കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, എല്ലാ അറിവും, ഇന്ന് ഈ ലോകത്തിലുള്ള എല്ലാ അറിവും വന്നത് ദൈവത്തിൽ നിന്നാണ്. ആ അറിവ് പങ്കുവയ്ക്കുന്ന ആളുടെ പേരാണ് ടീച്ചർ. പ്രീച്ചർ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന അറിവ് പങ്കുവെച്ചു കൊടുക്കുന്ന ആളാണ്, നേരിട്ട് പങ്കുവെച്ചു കൊടുക്കുന്ന ആളാണ് പ്രീച്ചർ. മൂന്നാമത്തേത് കോച്ച് എന്ന് പറയും. കോച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുട്ബോൾ കോച്ച് അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ കോച്ച് ബോൾ ഡ്രിബിൾ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്ന ആളാണ്, പരിശീലിപ്പിച്ചു കൊടുക്കുന്ന, ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ആളാണ് കോച്ച്. യേശു ജീവിച്ച് കാണിച്ചു കൊടുത്തു. 3, 4 ഹി വാസ് എ ഡോക്ടർ. ഒരുപാട് അതിനെപ്പറ്റി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ ചികിത്സയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. 5 ഹി വാസ് പ്രീസ്റ്റ്, 5ാമത്തെ ശുശ്രൂഷ. 6ാമത്തേത് ഹി വാസ് സേവിയർ, രക്ഷകനായിരുന്നു. അപ്പോൾ ആദ്യത്തെ ടീച്ചറാണ്. ആ ടീച്ചർ ആ യേശു ചെയ്ത ജോലിയാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് എനിക്കൊരു ബോധ്യം വന്നപ്പോൾ മുതൽ ഞാൻ കഷത്തിൽ 2 നാരങ്ങ വെച്ച് മാതിരി നടക്കുക. അഭിമാനമായി ശരിക്ക്. കാരണം ക്രിസ്തു ചെയ്ത കാര്യമാണ്, ക്രിസ്തുവാണ് പഠിപ്പിച്ചത് ആദ്യം. അതെ. അപ്പോൾ ഹി വാസ് എ ടീച്ചർ, ഐ ആം ഓൾസോ എ ടീച്ചർ. അങ്ങനെ ഒരു അപകർഷതാ ബോധം പോയി കിട്ടിയത് അങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാനായിട്ട് എൻ്റെ മനസ്സിലുള്ളത്, നിങ്ങളൊരു വിതക്കാരൻ്റെ ഉപമ ഉണ്ടല്ലോ. ഈ വിതക്കാരനെ അതുപോലൊരു വിതക്കാരനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ വിതച്ചിട്ടുള്ള ആളാണ്. ചെറുപ്പത്തിൽ ഞാൻ കൃഷിക്കാരൻ്റെ മകനാണ്. കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്, വിതയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വിതയ്ക്കുമ്പോൾ വല്ലപ്പോഴും ഒരു വിത്തെങ്ങാനും വരമ്പത്ത് വീഴും. അത് കൊച്ചുകുട്ടികൾ അത് പറക്കി കണ്ടത്തിലിടും. ഈ വിതക്കാരൻ വിതച്ചത് പാറപ്പുറത്തും ഒക്കെയാണ്. ഇത് യേശു പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ദൈവം പാറപ്പുറത്തും നല്ല നിലത്തും എല്ലായിടത്തും വിതയ്ക്കുന്ന ആളാണ്. എല്ലാം നല്ലത് ചെയ്യുന്ന ആളാണ്. പക്ഷേ അതിൽ നിന്ന് ഫലമുണ്ടാകുന്നത് ആ നിലത്തിനനുസരിച്ചാണ്. നല്ല നിലത്ത് വീണ വിത്ത് ധാരാളം ഫലം പുറപ്പെടുവിച്ചു. മറ്റത് വിത്ത് മോശമായിട്ടല്ല, ആ സ്ഥലം മോശമായിട്ടാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും
വ്യക്തിത്വത്തിനനുസരിച്ചിട്ടാണ് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ബലവത്താകുകയോ ആകാതിരിക്കുകയോ ചെയ്യുന്നത്. അല്ലാതെ ദൈവം ഒരിക്കലും ഒരു പക്ഷപാതം കാണിക്കില്ല. ചിലർക്ക് കൊടുത്തു, ചിലർക്ക് കൊടുത്തില്ല. നെവർ നെവർ. അങ്ങനെ ആള് ദൈവമല്ല. അപ്പം സാറ് പറഞ്ഞു വരുന്നത് എല്ലാവർക്കും, മനുഷ്യർക്കെല്ലാവർക്കും ദൈവം ഒരുപോലെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിക്കുന്നതിന് പോലിരിക്കും അതിന്റെ തൂക്കം, വളർച്ച. അതെ അതെ, അതല്ലേ അതാണ് ശരി. സാറിൻ്റെ മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിൽ അങ്ങയുടെ ദൗത്യം കൂടുതൽ ഫലപ്രദമാകുവാൻ പരിശുദ്ധാത്മാവ് അങ്ങേ കൂടുതൽ സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു. നമ്മളിന്ന് പ്രൊഫസർ PC തോമസ് സാറിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, മാതാപിതാക്കളുടെ കടമകൾ, നല്ല നിലമാവാൻ നമുക്കെല്ലാം പരിശ്രമിക്കാം. നല്ല വിത്തുകൾ ദൈവത്തിന് പാകാനായി ഒരു നല്ല നിലം നമുക്ക് ഒരുക്കാം. തീർച്ചയായും സാറിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.